ഹായ് ഗായ്സ്. നമ്മളെയൊക്കെ വല്ലാണ്ട് ഒരു രോമം എണീച്ച് നിൽക്കുന്ന രീതിയിലുള്ളൊരു വീഡിയോ, അതായത് ന്യൂസ് 24-ലുണ്ടായിരുന്നു. ആക്രമിക്കാനെത്തിയ പുലിയെ കീഴ്പ്പെടുത്തിയ നായ, അങ്ങനെയാണ് അതിൻ്റെ ടാഗ് ലൈൻ. 300 മീറ്ററോളം ഒരു പുലിയെ വലിച്ചയച്ചു കൊണ്ടുപോയി ഒരു നായ. ഇപ്പോൾ നായക്കാണ് ബലം കൂടുതലെന്നത് മനസ്സിലാക്കുന്ന ആക്രമിക്കാനെത്തിയ ഒരു പുലിയാണ് ആ നായ കീഴ്പ്പെടുത്തിയതിൽ നിന്നുള്ളൊരു സല്യൂട്ട് ആ നായക്ക് കൊടുക്കണം. അത് 24 ന്യൂസ് പറയുന്നത് കേൾക്കാം. അതേപോലെ സംഭവം ആക്രമിക്കാനെത്തിയ പുലിയെ നായ കീഴ്പ്പെടുത്തി. 300 മീറ്ററോളമാണ് പുലിയെ നായ വലിച്ചടിച്ചു കൊണ്ടുപോയത്. മഹാരാഷ്ട്രയിലാണ് നാസിക്കിലാണ് സംഭവിച്ചത്. സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ഇപ്പോൾ അതിപ്പോ കാണാം. സോഷ്യൽ മീഡിയ വൈറലായ ഒരു സംഭവം. നായോടാണ് ഇതുപോലെ നായയെ പുലി ജീവിതത്തിൽ കണ്ടാണ്. ഒന്നൊന്നര നായ, വല്ലാത്തൊരു നായ. പുലിക്ക് വലിയ നാണക്കെടായി. എങ്ങോട്ടാ കൊണ്ടുവന്ന്? ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് ടെലിഫോണിൽ ചേരുന്നു. ശ്രീനാഥ് ഒരു പുലിയായി മാറി ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തതിലൂടെ. ആ പട്ടിയെ കാശ് കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുമോ നമുക്ക് വീട്ടിൽ നിർത്താൻ വേണ്ടി? ആ ഡോഗിനെ വാങ്ങിച്ചാലോ എന്ന് വെക്കെ ശ്രീകണ്ഠൻ നായർ സംസാരിച്ചു. അത്രക്കും ആക്രമിക്കാനെത്തിയവരെ സേഫാക്കിയ ഒരു ഡോഗ് എന്ന പ്രശസ്തമായ പേര് ആ ഡോഗിന് കിട്ടുകയാണ്. വേറൊരു ഡോഗും കൂടെയുണ്ട് ആ ഡോഗിനെ സഹായിക്കാൻ. ഇങ്ങോട്ട് ആക്രമിക്കാവുന്ന പുലിയെ അങ്ങോട്ട് കീഴ്പ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വിജയം. നായ കടിച്ച് 300 മീറ്ററോളം നീങ്ങി എന്നതാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ആളുകൾ നോക്കിയിരിക്കുകയാണ്. കാരണം ആ സമയത്ത് പുലിക്ക് ഓടി മാറാൻ കഴിയുന്നില്ല. നായയുടെ പിടിയിലാണ്. ആളുകൾ ചുറ്റും കൂടുന്നുണ്ട്. എത്ര വലിയ ആക്രമിക്കും ഒരു ദിവസം പ്രതീക്ഷിക്കാതെ തിരിച്ചടി വന്നേക്കാം. ഓടി മാറുകയും ചെയ്തിട്ടുണ്ട്. അതാണ് കമന്റിൽ. പുലിയെ ഇപ്പോൾ തേടുന്നുണ്ട്. അതിന് ഏതെങ്കിലും തരത്തിൽ എവരി ഡേ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. പക്ഷെ പുലിയെ ഇതുവരെ കണ്ടെത്താൻ എവരി ഡോഗ് ഹാസ് ഡേ. ഏത് പട്ടിക്കും ഒരു ദിവസമുണ്ട് എന്ന് പറയുന്ന ഒരു പഴയ ഡയലോഗ്. ഇത് മനുഷ്യന് കണ്ട് മനസ്സിലാക്കണം എത്ര വലിയ ഇവനും ഒരു ദിവസം എങ്ങനെ സംഭവിക്കുന്നു. പുലിയും നായയും വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ എത്ര ശക്തനാണെങ്കിലും ആ ശക്തനെ ഒരിക്കലെങ്കിലും വീഴ്ത്താൻ നമ്മൾ മനുഷ്യർക്കും പറ്റുമെന്നുള്ള ഒരു തിരിച്ചറിവെയാണ് നമ്മളെ ഇതിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ എവരി ഡോഗ് ഈസ് ഡേ, അങ്ങനെയാണ് കമൻറ്റിൽ കണ്ടത്. ഒരാൾ പറഞ്ഞു എവരി ഡോഗ് ഹാസ് എ ഡേ. ഏതൊരു ഡോഗിനും ഒരു ദിവസമുണ്ട്. അതുപോലെ ഏതൊരു മനുഷ്യനെയും ഒരു ദിവസത്തേക്ക് എത്തിക്കുന്ന ഈ മനുഷ്യന്മാർക്ക് കണ്ട് മനസ്സിലാക്കാൻ എത്ര വലിയവനും ഒരു ദിവസം എങ്ങനെ സംഭവിക്കും എന്നൊക്കെയാണ്. എത്ര ശക്തനാണെങ്കിലും എത്ര പ്രതിരോധിക്കാനുള്ള ധൈര്യമുണ്ടെങ്കിലും സ്വന്തം ജീവൻ രക്ഷിക്കാം. ഉദാഹരണം ഹണി ബർഗർ, നായകളിലെ റോക്കി ബായ്. സത്ത പുലിക്ക് ജീവൻ കൊടുത്തതിന് 24-ന് നന്ദി. എന്തൊക്കെയോ പറയുന്നുണ്ട് കമൻറ്റിൽ. ഇഷ്ടംപോലെ കമൻ്റ് ഉണ്ട്. പക്ഷേ എന്താണ് അതിൻ്റെ റിയാലിറ്റി? ഇപ്പോൾ നായ വൈറലായി, എയറിൽ കൊളുത്തി എന്ന് തന്നെ പറയാം. റീച്ചിന് വേണ്ടിയിട്ടുള്ള ചില ന്യൂസ് കാര്യങ്ങളൊക്കെ ആയിരിക്കാം. എന്തായാലും നമുക്ക് തൃപ്തിയായേ. കാരണം ഇത്തരത്തിലുള്ള ന്യൂസ്, ഇത്തരത്തിലുള്ള ഹോട്ട് ന്യൂസ് പെട്ടെന്ന് വിറ്റ് പോകുന്നതാണ്. ഇതുപോലുള്ള ജീവിതത്തിൽ ഇതൊക്കെ നമ്മളെ ലൈഫിൽ ഒരു ധീരതയ്ക്ക് അവാർഡ് കൊടുക്കേണ്ട പ്രയോറിറ്റിയാണ്. ന്യൂസുകളൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കാണിക്കുന്നെങ്കിലും അതും നല്ല കാര്യമാണ്, ഇതും നല്ല കാര്യമാണ്. എന്താണ് നല്ല കാര്യമല്ലാത്തതെന്ന് നിങ്ങൾ ചോദിക്കും. യെസ്, ഈ ലോകത്തുള്ളത് എല്ലാം നല്ല കാര്യമായിരിക്കും. പക്ഷേ ചില സിറ്റുവേഷനിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളും നല്ലതാണ്. കാരണം
ഒരാളെ ആക്രമിക്കാൻ വരുമ്പോൾ അയാളെ ഡിഫെൻഡ് ചെയ്യാൻ ഒരു ഡോഗെങ്കിലും ഈ നാട്ടിൽ വേണ്ടേ, ഈ രാജ്യത്ത് വേണ്ടേ? അത് വേണം. ഇല്ലെങ്കിൽ നമ്മളൊക്കെ എങ്ങനെ സംരക്ഷിക്കപ്പെടും? നമുക്കൊക്കെ എങ്ങനെ സംരക്ഷണം കിട്ടും? ആരെയാണ് ആക്രമിക്കാൻ വന്നതാണോ, അല്ല ഡെത്തായ പുലിയാണോ? ഇതൊന്നും നമ്മൾ അന്വേഷിച്ചിട്ടില്ല. അന്വേഷിക്കണമെങ്കിൽ അന്വേഷിക്കാം. പക്ഷേ അങ്ങനെ വരും, ആക്രമിക്കാൻ വന്നതായിരിക്കില്ലേ? ചത്ത പുലിയെ ചിലപ്പോൾ പട്ടിയുടെ കടി കണ്ട് കിട്ടിക്കൊണ്ട് ഒരു പുലിയല്ലേ ആക്രമിക്കുമ്പോൾ ഏത് വ്യക്തിയും തിരിച്ചാക്രമം കിട്ടിയാൽ അവൻ മിണ്ടാണ്ടം മുട്ടിപ്പോവില്ലേ? ആ ഒരു സീൻ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റിയത്. എന്തായാലും ഗംഭീരം എന്ന് തന്നെ പറയാം.